നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ അടുത്തിടെയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ പ്രവാസികൾ ഉൾപ്പെടെ മരണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ട വാർത്തയും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും മദീനയ്ക്ക് സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 6 പേർ മരണപ്പെട്ടിരിക്കുകയാണ്. മഹദു ദഹബ് പട്ടണത്തെയും മദീനയെയും ബന്ധിപ്പിക്കുന്ന ഖുറൈദ റോഡിലാണ് സൗദി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. കുടുംബാംഗങ്ങളായ 6 പേരാണ് മരിച്ചത്. സൗദി സൈനികനായ കുടുംബനാഥനും ഭാര്യയും ഒരു മകനും 3 പെൺമക്കളുമാണ് മരിച്ചത്. ഒരു കുട്ടി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പരിക്കുകളോടെ രക്ഷപ്പെട്ട 5 വയസ്സുകാരനെ റെഡ് ക്രസന്റ് എയർ ആംബുലൻസിൽ മദീന മെറ്റേണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബാലന്റെ ആരോഗ്യനില ഭേദമായിട്ടുണ്ട്. 2 വർഷം മുൻപ് ദക്ഷിണ സൗദി അതിർത്തിയിൽ നിയമിക്കപ്പെട്ട സൈനികനും കുടുംബവും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കുടുംബത്തെ ദക്ഷിണ സൗദിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച സഹോദരൻ ഭാര്യയും മക്കളുമായി തബൂക്കിൽ നിന്ന് ദക്ഷിണ സൗദിയിലേക്ക് പോകുന്നതിനിടെയാണ് ഖുറൈദ റോഡിൽ വെച്ച് കാർ അപകടത്തിൽപ്പെട്ടതെന്ന് സൈനികന്റെ സഹോദരൻ സയ്യാഫ് അൽ ഷഹ്റാനി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ മലയാളി കുടുംബത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ പറപ്പൂർ ശാന്തിനഗറിലെ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ ആലുങ്കൽ സാജിദയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഉംറ കഴിഞ്ഞ് മടങ്ങിയ മലയാളി കുടുംബത്തിന്റെ വാഹനത്തിന് പിറകിൽ ത്വായിഫിനടുത്ത് വെച്ച് അമിത വേഗത്തിലെത്തിയ കുവൈത്തി പൗരന്റെ കാറിടിച്ചാണ് അപകടമുണ്ടായത്. ഇതിനെ തുടർന്ന് മലയാളി കുടുംബത്തിന്റെ വാഹനം പലതവണ തലകീഴായി മറിഞ്ഞു. മലയാളികളുടെ വാഹനത്തിലുണ്ടായിരുന്ന 5 പേരിൽ 2 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.